A very warm good morning to all the royal family members and our special invitees, 24 family members. So we are really gathered. We are really happy to collaborate our hands with 24 team. ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ മുഖ്യാതിഥികൾ ശ്രീ ശ്രീകണ്ഠൻ നായർ സർ, ഹാഷ്മി, മിസ്സസ് ശ്രീകണ്ഠൻ നായർ സർ, സ്മിത and എല്ലാ 24 crew members. For the name of the whole royal family and in my own behalf, we extend you a sincere welcome to our beautiful campus. Let us give a good round of applause. ബഹുമാന്യനായ CEO ശ്രീ വി പി സലീം, വിഭാഗ മേധാവികളെ, അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, NSS വോളണ്ടിയർമാർ, വിഡാക്ടയിലെ വിദ്യാർത്ഥികളും അധ്യാപകരെ, ഇന്നത്തെ ദിനം വളരെ ഒരു പ്രൊഫഷണൽ കോളേജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുവരുന്ന ഡ്രഗ്സിൻ്റെയും മറ്റ് സബ്സ്റ്റൻസുകളുടെയും കെമിക്കൽ സബ്സ്റ്റൻസുകളുടെയും എല്ലാം അതിപ്രസരം മൂലം നമ്മുടെ യുവജനതയിൽ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ തൊട്ട് കോളേജ് വിദ്യാർത്ഥികൾ വരെ എല്ലാവരിലും ഉണ്ടാക്കുന്ന മാനസിക വ്യത്യാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനെതിരെ 24 എന്ന് പറയുന്ന റിനൗണ്ട് മീഡിയ പ്ലാറ്റ്ഫോം ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമെല്ലാം ഒരു അവയർനെസ് സെഷൻ, സേ നോ ടു ഡ്രഗ്, ഹാവ് എ ക്ലീൻ ക്യാമ്പസ് എന്ന് പറയുന്ന ആപ്തവാക്യം മുന്നിലെടുത്തുകൊണ്ട് എല്ലാവർക്കും അവയർനെസ് കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന 24 ടീമിനോടും പ്രത്യേകിച്ച് ശ്രീ ശ്രീകണ്ഠൻ നായർ സാറിനോടും മറ്റെല്ലാ അംഗങ്ങളോടും എൻ്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു. ദീർഘമായ ഒരു വെൽക്കം അഡ്രസ്സിന് ഇവിടെ സ്ഥാനമില്ല. 2 വരി ശ്ലോകം പാടാന്നിരിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യ നിർമുക്തം നിത്യമുക്തം ഗഗന സഹസ്രേണ നിർഭാസ്യമാന്യോ അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥകം ബ്രഹ്മതത്വം തഥാവത് സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. Thank you. Welcome you all the press, media, everybody. Welcome to our campus. Thank you very much. I invite our respected CEO, Sri VP Salim, to shower some words. Sir, please. Thank you, sir. Respected principal, today's 24 channel team members, Chief Mr. Srikanthan Nair and Usha ma'am, of course Taj Ashmi Ibrahim, Smita ma'am, and our all HODs, faculty and non-teaching faculties, my dear student friends, and ഇന്നിവിടെ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മുടെ തന്നെ സ്ഥാപനമായ വിഡാക്ട ഇന്ത്യ, അവരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവർക്കും റോയൽ മാനേജ്മെൻറ്റിൻ്റെയും റോയൽ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ 40ാം വർഷ മാധ്യമ പ്രവർത്തനത്തിൻ്റെ എത്ര ആയിട്ടുള്ളൂ സാറേ? പ്രായപ്പോഴും ചെറുപ്പാണോ? 40
ഓക്കെ, രണ്ടും ഒരു വയസ്സാണ്. 40 വയസ്സ് സാറിന് വയസ്സും 40ആണ്, മാധ്യമപ്രവർത്തന രംഗത്തും 40ആണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം ഒരു മാസത്തെ പ്രയാണമാണ്. അത് അവർ തിരഞ്ഞെടുത്തിട്ടുള്ള ആ സബ്ജക്റ്റ് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ മാത്രമല്ല എങ്കിൽ പോലും പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ ഇന്ന് വളരെയധികം കാണപ്പെടുന്ന ലഹരിക്കും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ വരുന്ന അക്രമങ്ങൾക്കുമെതിരെ ഇങ്ങനൊരു ആശയം കൊണ്ടുവരാനും അത് സമൂഹ മധ്യത്തിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ തുറന്നു കാട്ടൊരു പ്രയാണം നടത്തുവാനും സുന്മനസ് കാണിച്ച 24 ചാനലിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ആദ്യമായി റോയൽ കോളേജിൻ്റെ നന്ദിയും കടപ്പാടും ആശംസയും എല്ലാം അറിയിക്കുന്നു. പല ക്യാമ്പസുകളും എടുത്തു നോക്കുമ്പോൾ സ്വയം സന്തോഷവും സംതൃപ്തിയും അടയുന്നത് റോയലിൻ്റെ മക്കൾ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഈ ലഹരിക്ക് അടിമപ്പെടുന്നില്ല, അതിന് തക്ക പ്രവർത്തനം ഇവിടെ റാഗിങ് അതല്ലെങ്കിൽ ലഹരി വിമുക്ത സെല്ല് തന്നെ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളതിൽ മാത്രമാണ്. 2008 മുതൽ ഞാൻ ഈ ക്യാമ്പസിൽ ദൈനംദിനം വന്നു പോകുന്ന ആളും ഇവിടെ ജോലി ചെയ്യുന്ന ആളുമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഇന്ന് നിലനിൽക്കുന്ന ഈ നാട്ടിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരി പ്രവർത്തനങ്ങളിൽ ഒരിക്കലും ഒരു റോയൽ ഫാമിലിയുടെ മെമ്പേഴ്സ് ഉണ്ടാവരുത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വലിയൊരു പ്രസംഗത്തിന് പ്രാധാന്യമില്ല, അത്തരം പ്രസംഗത്തിനും ഒക്കെയുള്ള നമുക്ക് വളരെ വിലപ്പെട്ട പ്രസംഗങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറായിരിക്കുകയാണ്. അതിനുള്ള വ്യക്തി മഹത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി റോയലിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരെയും ഇന്ന് നല്ലൊരു ദിവസമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മുടെ മുഖ്യാതിഥിയായ SKN ശ്രീകണ്ഠൻ നായർ സാറിനെ കുറിച്ച് 2 വാക്കുകൾ പറയാനായി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി ഋഷികേഷിനെ ക്ഷണിച്ചുള്ളൂ. മാധ്യമങ്ങൾ ഒരു സമൂഹത്തിൻ്റെ നാവാണ്. എന്നിരിക്കെ നമ്മളെല്ലാവരും കണികണ്ടുണരുന്നതും നിദ്രയിലേക്ക് ആണ്ടുപോകുന്നതും ഒരു ചാനലിൻ്റെ സ്വാധീനം കൊണ്ടാവുന്നത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. അത്തരത്തിൽ മുഖവുര ഒട്ടും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ. മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തീകരിച്ചുകൊണ്ട് തൻ്റെ മാധ്യമ ജീവിതം സുദീർഘമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത മലയാളികൾ ആരുമില്ല. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ 40 വർഷം പൂർത്തിയാക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലയും തൻ്റേതായ രീതിയിൽ നമുക്ക് മുൻപിൽ തുറന്നു കാട്ടുകയും ചെയ്യുന്ന അദ്ദേഹത്തെ ഒട്ടും മുഖവുരയുടെയോ ഒട്ടും ഔദ്യോഗികമായ ആവശ്യമില്ലാതെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട CEO, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, പിന്നെ എൻ്റെ 24 ടീം അംഗങ്ങളെ, എൻ്റെ പ്രായം 65 കടന്നു. അപ്പോൾ ഞാൻ മാധ്യമരംഗത്താണ് 40 കൊല്ലം പൂർത്തിയാക്കിയത്. ആർക്കെങ്കിലും ധാരണാപശ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെന്ന് വിചാരിച്ചു, എൻ്റെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ എനിക്കിപ്പം സ്മിത ഹരിദാസും ആഷ്മി താജ് ഇബ്രാഹിം വന്നിട്ടുണ്ട്. അവർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ഞങ്ങൾ വളരെ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ റോയൽ കോളേജിൽ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രിൻസിപ്പലും അതുപോലെ ഇവിടുത്തെ CEOയും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഇപ്പോൾ കേരളത്തിൽ കേൾക്കുന്ന ഈ മയക്കുമരുന്നിനും അതുപോലുള്ള ലഹരി
രാസലഹരിക്കുമൊക്കെ അടിമയായ കുട്ടികൾക്കിടയിൽ നിങ്ങളിൽ ഒരാൾ പോലും ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയിലാണ് അവർ രണ്ടുപേരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാൻ ഉള്ളത്. ഈ യാത്രയുടെ 2ാം ഘട്ടമാണ് ഇന്ന് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് ഞങ്ങൾ ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ ഇത് കോഴിക്കോട് ബീച്ചിൽ 1,00,000 ആൾക്കാരുടെ സാന്നിധ്യം നടക്കുന്ന ഒരു മഹാസമ്മേളനത്തിലാണ് കേരളം ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയുക, എല്ലാ രാസലഹരിക്കാരനും കേരളം വിട്ടുപോകണം. ഇനി ഒരു ആളും ഈ കേരളത്തിൽ ഉണ്ടാകരുത്. കാരണം എൻ്റെ നാട് എൻ്റെ അഭിമാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തലസ്ഥാന നഗരിയിൽ നിന്ന് ഈ യാത്ര തുടങ്ങിയത്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ അത്ര ചെറിയ കാര്യമല്ല. പണ്ട് പള്ളിക്കൂടത്തിലൊക്കെ ഒരു സിഗരറ്റ് വലിച്ചു, ഒരു ബീഡി വലിച്ചു എന്നൊക്കെ ഉള്ളതായിരുന്നു ഏറ്റവും വലിയ വിഷയം. എന്നാൽ രാസലഹരിയിലേക്ക് വഴിമാറിയപ്പോൾ അത് ഒരു കടുപ്പം പിടിച്ച സാധനമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസുകാരനെ കണ്ട് ഭയന്ന ഒരു MDMA വിൽപ്പനക്കാരൻ ഈ കവറോടെ MDMA എടുത്ത് വിഴുങ്ങി ആമാശയത്തിൽ കിടന്നത് പൊട്ടി അവസാനം അയാൾ മരിച്ചു. അപ്പോൾ അത്ര മാരകമായ വിഷവസ്തുവാണ് MDMA എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ അതിനേക്കാളും വലിയൊരു സാധനം ഈ അടുത്തിടയ്ക്ക് വിദേശത്ത് നിന്ന് വന്നത് നമ്മുടെ എക്സൈസ് പിടിച്ചു. അത് ഹൈബ്രിഡ് കഞ്ചാവാണ്. വിദേശ നാടുകളിൽ തയ്യാറാക്കിയ ഹൈബ്രിഡ് കഞ്ചാവ്. അത് ഈ ഉന്നതരായ വിദഗ്ധന്മാർ പറയുന്നത് നമ്മുടെ ഈ രാസലഹരിയേക്കാളും ഈ MDMAയേക്കാളും ഒക്കെ അപകടം പിടിച്ച സാധനമാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ളതാണ്. എന്താണ് ഈ സിന്തറ്റിക് ലഹരി? നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളൊരു ക്യാമ്പസിൽ പഠിക്കാൻ വന്ന കുട്ടികളും ജോലിയെടുക്കാൻ വന്ന അധ്യാപകരും ഒക്കെയാണെന്ന് എൻ്റെ മുന്നിലുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഞങ്ങളെയൊക്കെ സങ്കടപ്പെടുത്തുന്ന കാര്യം വളരെ ചെറിയ കുട്ടികൾ പോലും ഇതിന് ഇരയാകുന്നു, അടിമയാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇതിൽ 600 കേസുകൾ എടുത്തപ്പോൾ അതിൽ 30% ആളുകളും പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്. അതിലൊരു 10-15% പെൺകുട്ടികളാണ്. ചെറിയ കുട്ടികൾ പോലും ഇതിന് താല്പര്യപ്പെട്ടു പോകുന്നു. ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡി വളരെ കൂടുതലാണ്. അന്യ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ വിദേശ നാടുകളിൽ ലഭ്യമാകുന്ന ഈ രാസലഹരി ഇവിടെ നിന്ന് ആളുകൾ പോയിട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ആൾക്കൂർ ബംഗളൂരു നഗരത്തിലേക്കൊക്കെ പോയിട്ട് നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ വളരെ പെട്ടെന്ന് പണക്കാരനാകണം എന്ന താല്പര്യം കൊണ്ടാണ് ഇത് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. അതിനൊരു പല വഴി ഉപയോഗിക്കും. ട്രെയിൻ മാർഗം വരും, ചിലപ്പോൾ ബസ് മാർഗം വരും, വിമാനമാർഗം വന്നതായിട്ട് കാണുന്നില്ല. എന്നാലിപ്പോൾ ലേറ്റസ്റ്റായിട്ട് കൊറിയർ വഴിയും ഈ രാസലഹരി അയക്കുന്നു എന്നുള്ളത് തൃശ്ശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS തേക്കിൻകാട് മൈതാനത്ത് വെച്ച് ഞങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ഈ കൊറിയറിലുമൊക്കെ ഇത് വരികയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആയുസിൻ്റെ വലിപ്പം, നിങ്ങൾക്കൊരു 85, 90, 95 വയസ്സ് വരെയൊക്കെ ഇപ്പോൾ ജീവിക്കാൻ കഴിയുമെന്നാണ് ലോകാരോഗ്യ സംഘടന അവരുടെ കണക്കിൽ പറയുന്നത്. എന്നാൽ ഒരു 7 കൊല്ലം ആകുമ്പോൾ അടിച്ചങ്ങ് പോകും. ഇത് ഒരു 8-10 തവണയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് അഡിക്റ്റായി കഴിഞ്ഞു. ഇതിന് പിന്നെ നമുക്കൊരു തിരിച്ചു പോക്കില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഡി-അഡിക്ഷൻ സെൻ്ററിൽ പോയി ഇങ്ങനെയുള്ള കുട്ടികളെയും പ്രായമുള്ളവരെയൊക്കെ ഒന്ന് കാണണം. അത് നമ്മുടെ ശരീരശാസ്ത്രം മുഴുവൻ തകർത്ത് ഛിന്നഭിന്നമാക്കി തരിപ്പണമാക്കി കളയുന്നൊരു വിഷവസ്തുവാണ് ഈ സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനും തലച്ചോറും തമ്മിലൊരു താമര നൂലിൻ്റെ ഒരു വൈദ്യുത ബന്ധമുണ്ട്. ആ താമരനൂല് മുറിഞ്ഞു പോകുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ തലച്ചോറിൽ നിരന്തരമായി മിന്നൽ പിണറുകൾ പായുകയും ആ മിന്നൽ പിണറിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വല്ലാത്ത ഹാലുസിനേഷൻസ്, വിഭ്രമചിന്തകൾ ഉണ്ടാവുകയും ചെയ്യുന്ന അക്രമവാസന നിങ്ങളിൽ എത്രയോ ഇരട്ടിയാക്കുകയും ചെയ്യുന്ന ഒരു അപൂർവമായ രാസലഹരിയാണ് ഈ MDMA പോലുള്ള കേരളത്തിൽ ഇപ്പോൾ വ്യാപകമാകുന്ന വസ്തുക്കൾ. ഈ കോവിഡ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തും ലോകത്തിൻ്റെ പല നാടുകളിലും 20 മാസക്കാലം കൊറോണ എന്ന കൃമി കീടം നമ്മളെ വിറപ്പിച്ചു. നമ്മളതിനെ നടുങ്ങി. ഒരു ചൈനയിൽ MBBS പഠിക്കാൻ പോയൊരു വിദ്യാർത്ഥി തൃശ്ശൂരിലേക്ക് വന്നിറങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു കൊറോണ വൈറസുമായിട്ടാണ് ആ കുട്ടി വന്നത്. അന്ന് ഈ വാർത്ത വരുമ്പോൾ നമ്മളാരും പ്രതീക്ഷിച്ചില്ല, ഒരുപക്ഷെ നമ്മുടെ ചരിത്രം ഇനി 2ആയി വിഭജിച്ച് മാറ്റാൻ പോവുകയാണ് ഈ കൊറോണ വൈറസ് എന്ന്. ചരിത്രം 2ആയി പിളർന്നു. കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും. കോവിഡിന് പിന്നെയുള്ള കാലം, അതായത് കോവിഡിന് മുമ്പുള്ള കാലം ലോകത്ത് മനുഷ്യൻ എന്തെല്ലാം നേട്ടങ്ങൾ സമ്പാദിച്ചോ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ശാസ്ത്രരംഗത്ത് വലിയ നേട്ടങ്ങൾ, അമ്പരപ്പിക്കുന്ന നേട്ടങ്ങൾ, അത് അവസാനം വന്ന് നിർമ്മിത ബുദ്ധിയിൽ AI നിൽക്കുന്ന ഒരു കാലത്തേക്ക് 2ാം കോവിഡിന് ശേഷമുള്ള കാലം വഴിമാറി എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ 2ാം ഘട്ടം, അതായത് കോവിഡിന് ശേഷമുള്ള കാലത്ത് മനുഷ്യന് പല കാര്യത്തിലും സ്വാതന്ത്ര്യം കിട്ടി. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവർക്ക് നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തു, സ്മാർട്ട് TV വാങ്ങിക്കൊടുത്തു. അതുപോലെ സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ
ആവശ്യമില്ലാത്ത സൈറ്റുകളൊന്നും ഓഫ് ചെയ്യാതെ ബ്ലോക്ക് ചെയ്യാതെ കുട്ടികൾക്ക് നമ്മൾ ഈ ഫോൺ കൊടുത്തു. അവർ മുറിക്കുള്ളിലേക്ക് കയറി പഠിക്കാനിരുന്നു. നമ്മൾ അയൽവാസി കൊറോണ വൈറസുമായി വരുമെന്ന് ഭയന്ന് വാതിലും ജനാലയുമെല്ലാം നമ്മൾ കൊട്ടിയടച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഐലൻഡ്, 4 സ്ഥലവും വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു ഭൂപ്രദേശം പോലെ 4 സ്ഥലത്തും ശത്രുക്കൾ മാത്രം അധിവസിക്കുന്ന ഒരു തുണ്ട് ഭൂമി പോലെ നമ്മൾ വീടിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കൊരു അയൽവാസിയുടെ ആവശ്യമില്ല. കൺമുന്നിൽ താമസിക്കുന്നവൻ ഏത് നാട്ടുകാരനായാലും നമുക്കെന്താ? എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും സുഖകരമായ ജീവിതം ഉണ്ടെങ്കിൽ ബാക്കി എന്തിന് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണമെന്നായി ചിന്ത. അവനവനിസം, തൻ്റെ കാര്യം മാത്രം മതി എന്ന് പറയുന്ന ചിന്ത നമ്മളെ പിടിച്ചു മുറുക്കി. നമുക്കൊരു പരിഗണനയുമില്ല. എതിരെ വരുന്നവൻ ആരാണെന്നറിയില്ല. അതിനിടയിലാണ് കേരളം ഇതിന് പറ്റിയൊരു കമ്പോളമാണെന്ന് മനസ്സിലാക്കിയ അന്തർദേശീയ മാഫിയ സംഘങ്ങളും നമ്മുടെ നാട്ടിൽ വാഴുന്ന കവലച്ചട്ടമ്പികളായ കൊച്ചു പിച്ചാത്തിയുമായി നടക്കുന്ന ചെറുകിട മാഫിയ സംഘങ്ങളും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒഴുക്കിവിട്ട സാധനത്തിൻ്റെ പേരാണ് രാസലഹരി എന്ന് പറയുന്നത്. ചാലക്കുടിക്കാരാണോ കരുനാഗപ്പള്ളിക്കാരാണോ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്നത് എന്ന മത്സരം എല്ലാ കൊല്ലവും കേരളത്തിൽ നടക്കുന്നതാണ്. വളരെ വ്യാപകമായി മദ്യം ഒഴുകുന്നതിൻ്റെ കൂടെയാണ് ഈ കഞ്ചാവ്, കൊക്കൈൻ, ബ്രൗൺ ഷുഗർ ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. സ്കൂളുകളിലൊക്കെ ചെറിയ മിഠായികളിലൊക്കെ തന്നെ രാസലഹരി പടർത്തി അല്ലെങ്കിൽ ലഹരിയുള്ള സാധനങ്ങൾ പടർത്തി കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്ത് ദിവസങ്ങൾ കൊണ്ട് ചെറിയ കുട്ടികൾ 7ാം ക്ലാസ്സിലും 8ലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിന് അഡിക്റ്റ് ആകുന്ന ഒരു കാഴ്ച നമ്മുടെ നാട്ടിലുണ്ടായി. അമ്പരപ്പിക്കുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ MDMA പോലും രാസലഹരി കഴിക്കുന്ന ഒരു കുട്ടി വീടിന് പുറത്തു പോയി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അമ്മയ്ക്ക് ഭയമാണ്. ഒരു ഭീതിയോടെ മാത്രമേ ആ മകനെ അമ്മയ്ക്ക് കാണാൻ കഴിയൂ. ചിലപ്പോൾ അവൻ കൊലക്കത്തിയുമായി കയറി വരുന്നതാവും വീട്ടിലേക്ക്. അതല്ലെങ്കിൽ പെറ്റമ്മയെ മറ്റൊരു കണ്ണിൽ കാണാൻ കഴിയുന്ന മക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്നു. നിങ്ങൾക്കറിയുമെന്നറിയില്ല, MDMA എന്ന് പറയുന്ന രാസവസ്തു വിൽക്കുന്ന ഒരുവനാണ് എൻ്റെ മകനെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ ഒരു അമ്മ വടക്കൻ മലബാറിൽ തയ്യാറായി. മറ്റൊരു വാർത്തയിൽ നമ്മൾ കേട്ടു, ഒരമ്മയും മകനും കൂടി രാസലഹരി കച്ചവടം നടത്തുന്നു കേരളത്തിൽ. കൊച്ചിയിലെ ഒരു കോളേജ്, കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ ആ കോളേജിൽ നിന്നുള്ള വാർത്ത കേട്ട് നമ്മൾ നടുങ്ങിപ്പോയി. അവിടുത്തെ ഹോസ്റ്റൽ മുറിയിൽ 2 കിലോ കഞ്ചാവാണ് പിടിച്ചത്. അത് വലിക്കാൻ കൊണ്ടുവന്നതല്ല, ചെലവഴിക്കാൻ വിതരണത്തിന് കൊണ്ടുവന്നതാണ്. വാട്സപ്പ് ഉപയോഗിച്ച് ഒരുപാട് ചെറുകിട കച്ചവടക്കായിട്ട് വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന കഞ്ചാവായിരുന്നു എക്സൈസും പോലീസും ഈ അടുത്തുള്ള പിടിച്ചെടുത്തത്. കേരളത്തിലെ പാളയത്തെ സർക്കാർ ഹോസ്റ്റൽ മുറിയിലേക്കും പോലീസ് കയറി ചെന്നു. ഇപ്പോൾ അസാധാരണമായൊരു സാഹചര്യമാണ്. നമ്മുടെ 1ാം ഘട്ടം അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സഞ്ചരിച്ച ആളുകളെല്ലാം വല്ലാത്ത സങ്കടത്തിലായി. എൻ്റെ കേരളം ഇങ്ങനെ ആയിരുന്നില്ല. എൻ്റെ കേരളം എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ, നമ്മൾ പണ്ടൊക്കെ പറയില്ലേ, ലാവണ്യം നിറഞ്ഞൊഴുകുന്നൊരു സുന്ദരി പോലെയായിരുന്നു എൻ്റെ കേരളം. ഒരുപാട് പുഴകൾ, ഒരുപാട് നദികൾ, മേലോട്ടൊഴുകുന്ന 44 നദികൾ, 365 ദിവസവും പാടശേഖരത്ത് കൃഷി ഇറക്കുന്ന കർഷകർ, തൊപ്പിപ്പാള അണഞ്ഞ കർഷകർ പോലും നമ്മുടെ നന്മയുടെ പ്രതീകമായി നിലകൊണ്ടൊരു സംസ്ഥാനത്ത് രാസലഹരി വന്ന് മൂടുന്നു. കുട്ടികൾക്കെല്ലാം വലിയ താല്പര്യമാകുന്നു. ഇത് കഴിച്ച ആളുകൾ പിച്ചാത്തിയും കൊലക്കത്തിയുമായി നടുറോക്കിൽ ഇറങ്ങുന്നു. വെഞ്ഞാറമൂടിലെ അബാൻ്റെ കഥ നിങ്ങൾക്കറിയാം. ചുറ്റികയെടുത്ത് 6 പേരെ തലക്കടിച്ച് 5 പേരെയും കൊലപ്പെടുത്തിയിട്ട് തേച്ച ഉടുപ്പ് വിട്ട് പൗഡർ വിട്ട് പോൺസൊക്കെ തേച്ച് വെഞ്ഞാറമൂട്ടിലെ സിയുടെ മുന്നിലേക്ക് ഹാജരാക്കിയിട്ട് ഞാൻ 6 പേരെ തട്ടിയിട്ട് വരികയാണെന്ന് പറയാൻ ഒരു ചെറുപ്പക്കാരൻ തയ്യാറാകുന്നിടത്തേക്ക് കാര്യങ്ങൾ വഴുതി പോകുന്നു. നിങ്ങൾക്കറിയുമെന്നറിയില്ല, പല ക്ലാസ് മുറികളിലും +2 പഠിപ്പിക്കുന്ന പല അധ്യാപികമാരും ഇന്നിപ്പോൾ സാരി ഉടുത്ത് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ രാസലഹരി പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്നു. ഒരു അധ്യാപികയെ ദൈവതുല്യമായി കണ്ടുകൊള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പതുക്കെ വഴുതി മാറുകയാണ്. പെറ്റമ്മയെ പോലും മറ്റൊരു കണ്ണിൽ കാണാൻ കഴിയുന്ന കുട്ടികൾ ഈ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കും എൻ്റെ വീട്ടിലുള്ള ആളുകൾ ആരും രാസലഹരി ഉപയോഗിക്കുന്നവരല്ല, അതുകൊണ്ട് നമുക്ക് ഭയക്കാനൊന്നുമില്ല. വളരെ തെറ്റായ ഒരു ചിന്തയാണത്. നിങ്ങളുടെ തൊട്ടയലത്ത് രാസലഹരി ഉപയോഗിക്കുന്ന ഒരാൾ താമസമുണ്ടെങ്കിൽ, ഇതിൽ മുഖം കുത്തി വീണ ഏതെങ്കിലും ഒരുവനോട് താമസമുണ്ടെങ്കിൽ അവൻ കൊലക്കത്തിയിൽ കൈപ്പിടി ഒതുക്കി കാണും, അവൻ പിടിമുറുക്കിയിട്ടുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊന്നും ചെയ്യാതെ നിരുപദ്രവമായി റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ മുകളിലേക്ക് അവൻ ചാടി വീണു എന്ന് വരാം. സ്വന്തം അമ്മയുടെ, പെറ്റമ്മയുടെ പള്ളയിലേക്ക് കുത്തിയിറക്കാൻ പോലും തയ്യാറായ ഒരു കൊലക്കത്തി MDMA-കാരൻ എവിടെയോ കരുതി വച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ അപകടം. നമ്മുടെ സംസ്ഥാനത്ത് അക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ ആരും കരുതിയില്ല ഇതിൻ്റെ പിന്നിൽ രാസലഹരി കച്ചവടക്കാരുണ്ടെന്ന്. പെട്ടെന്ന് പണക്കാരാകുക, ആകാശം മുട്ടെ അമ്പരചുംബികളായ
കെട്ടിടക്കൂട്ടങ്ങൾ വെച്ച് പൊലിപ്പിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ കുരുന്നുകൾ കൊല ചെയ്യപ്പെട്ടാലും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പാഴ്നിലാവുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇവരാണ് ഈ ലഹരി കച്ചവടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളുടെ ജീവിതം എന്നേക്കുമായി താറുമാറാകും. നിങ്ങളുടെ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇത്തരം ലഹരി മരുന്ന് നിരന്തരമായി കഴിച്ച ഒരാൾ, അയാളുടെ കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി വരും. ഒട്ടം തെറ്റി ആകൃതിയൊക്കെ പോയി, ഷെയ്പ്പൊക്കെ തെറ്റി, ആരെയോ കണ്ട് ഭയക്കുന്നത് പോലെ, കണ്ണിലേക്ക് ഒരു നിരാലംബത, തീക്കണ്ണ പോലെ ഒരു തീക്കണ്ണായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഒരാലംബമില്ലാത്തവൻ്റെ, ഒരനാഥത്വം അനുഭവിക്കുന്ന ഒരുവൻ്റെ വ്യക്തിപ്രഭാവമായിരിക്കും നമ്മൾ ഇത്തരം രോഗികളിൽ കാണുക എന്ന് നമ്മൾ തിരിച്ചറിയുക. വളരെ അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നു. എത്രയോ കുട്ടികൾ, നിങ്ങൾക്കറിയാം, 2021 മുതലാണ് നമ്മുടെ നാട്ടിൽ രാസലഹരി ഒഴുകാൻ തുടങ്ങിയത്. ഓരോ വർഷവും ആദ്യം 600 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ 22 ആയപ്പോൾ 1200 ആകുന്നു, 23 ആയപ്പോൾ അത് 2500 ആകുന്നു. അങ്ങനെ ഇപ്പോൾ 30,000-ലധികം കേസുകൾ സംസ്ഥാനത്ത് അനൗദ്യോഗികമായി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ വ്യാപകമായി എക്സൈസും പോലീസും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഏത് കോളേജിലേക്കും പോലീസ് അധികാരികൾക്ക് പ്രിൻസിപ്പലിൻ്റെ അനുമതിയില്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. നിങ്ങൾ കുട്ടികൾ അറിയേണ്ട കാര്യം, നിങ്ങളെ വേണ്ടാത്ത വഴിയിൽ കൈപിടിച്ച് നടത്താൻ ശ്രമിക്കുന്ന ഒരുപാട് സംഘടിത ശക്തികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ ചതിക്കുഴിയിൽ പെട്ടുപോയാൽ ഈ റോയൽ കോളേജിലേക്കും സംസ്ഥാനത്തിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കടന്നു കയറും, ഒരു പ്രിൻസിപ്പലിൻ്റെയും അനുമതിയില്ലാതെ. നിങ്ങളുടെ കോളേജിൻ്റെ സൽപ്പേരും നിങ്ങൾ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച പ്രശസ്തിയും ഖ്യാതിയും എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നൊരു സാഹചര്യം ഈ കോളേജിനുണ്ടാകും. നമ്മുടെ തൊട്ടയലത്ത് താമസിക്കുന്ന ഒരാളെ നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഈ കോളേജിലെ കുട്ടികളുടെ കാര്യത്തിൽ, ഏത് കോളേജിലെ കുട്ടികളുടെ കാര്യത്തിലും എന്ന പോലെ തന്നെ അശ്രാന്തമായ ശ്രദ്ധ കോളേജ് അധികാരികൾ വയ്ക്കണം. കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കണം. അതിലങ്ങ് ഒരു കാര്യമില്ല. നമ്മൾ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് കുട്ടിയുടെ ബാഗ് തുറന്നു എന്നുള്ളതല്ല, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് മാത്രമാണ്. നമ്മുടെ അതുപോലെ വീട്ടമ്മമാരൊക്കെ വീട്ടിലേക്ക് കുട്ടികൾ വന്നു കയറുമ്പോൾ, സ്കൂളിൽ നിന്നൊക്കെ വന്നു കയറുമ്പോൾ അവരുടെ ബാഗ് പരിശോധന നടത്തണം. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഉഴപ്പിൻ്റെ അങ്ങേയറ്റത്തെ ആൾക്കാരാണ്. നമ്മൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ജയിച്ചോ തോറ്റോ എന്നറിയാൻ പോലും നമ്മൾ ആ വഴിക്ക് പോകില്ല. അതുപോരാ, അപകടം പിടിച്ചൊരു കാലത്ത് ജീവിക്കുന്ന നമ്മൾ കുട്ടികളെ കാത്ത് വഴിക്കണ്ണുമായി വീട്ടിലിരുന്നാൽ പോരാ. കുട്ടികൾ പോയി കഴിയുമ്പോൾ കുട്ടികൾ അറിയാതെ അവരെ പിന്തുടരണം. കാരണം സ്കൂളിൻ്റെ വരാന്തകളിലൊക്കെ തന്നെ ഈ നരാധമന്മാർ കാത്തു നിൽക്കുകയാണ് പുതിയ ഇരകളെ തേടി. അടൂർ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ പള്ളിക്കൂടത്തിൻ്റെ വരാന്തയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ആ വനിതാ സ്കൂളാണ്, +2 പള്ളിക്കൂടമാണ്, നല്ല ഇംഗ്ലീഷ് സ്കൂളാണ്. ആ സ്കൂളിൻ്റെ വരാന്തയിൽ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴി ഇത്ര നരാധമന്മാരാണ്. കുട്ടികൾക്ക് ചോക്ലേറ്റ്, കൂള എന്നൊക്കെ പറയുന്ന മുട്ടായിയും ലഹരിയിൽ പൊതിഞ്ഞ് കൈ നീട്ടി നിൽക്കുകയാണവർ. ശാസ്താംകോട്ട DB കോളേജിൻ്റെ വരാന്തയിലും ഞങ്ങളിത് കണ്ടു. അവിടെ ഒരു മുളങ്കാടിൻ്റെ ഉള്ളിൽ രാവിലെ 9 മണിയായാൽ കുട്ടികളും സ്കൂൾ കുട്ടികളും പുറത്തു നിന്നുള്ള ആളുകളും എല്ലാം കൂടി ഈ രാസലഹരിയുടെ ഉപയോഗത്തിലാണ്. തൊട്ടടുത്ത ശാസ്താംകോട്ട കായലിലേക്ക് കുട്ടികൾ എടുത്തു ചാടിക്കളയുമെന്ന് ഭയമുള്ള പോലീസും എക്സൈസും അമാന്തിച്ച് നിൽക്കുകയായിരുന്നു അവിടെ. എന്നാൽ ഇന്ന് അവരാ ഉറക്കം വിട്ട് ഉണർന്നു കഴിഞ്ഞു. കാരണം അത്യാഹിതങ്ങൾ ഉണ്ടായാലും, ഈവൻ ആപൽ ശങ്കകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം രാസലഹരി വിൽക്കുന്ന സ്ഥലങ്ങൾ, ഈ ഉറവിടങ്ങൾ തകർത്തേ പറ്റൂ. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഉറവിടങ്ങളില്ല, കേരളത്തിൽ രാസലഹരി നിർമ്മിക്കപ്പെടുന്നില്ല. എന്നാൽ സംസ്ഥാനത്തിൻ്റെ പുറത്ത് ഈ ഉറവിടങ്ങൾ തേടി നമ്മുടെ പോലീസ് അധികാരികൾ പോയി തുടങ്ങി. ആ ഉറവിടങ്ങൾ അപ്പാടെ തച്ച് തകർക്കുന്നതുവരെ നമുക്ക് വിശ്രമിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ രക്തദാഹികളാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മാറ്റുന്ന അപകടകരമായ കാഴ്ചയാണ് കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കൊച്ചിയിലുള്ള ഒരു കൊലപാതകം എനിക്കറിയാം. അയാൾ 16 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അയാൾ 365 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 14 കൊല്ലം അയാൾ പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു. 500 രൂപയ്ക്ക് വരെ കൈവെട്ടിയിട്ടുള്ള പ്രശസ്തി അയാളുടെ ബയോഡേറ്റയിലുണ്ട്. അയാളോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നേരെ മുന്നിൽ നിൽക്കുമ്പോൾ ചിരിച്ചു സുസ്മേരവതനായി നിൽക്കുന്നൊരു മനുഷ്യൻ്റെ നെഞ്ചിന് നേരെ കൊലക്കത്തിയെടുത്ത് പാഞ്ഞു ചെല്ലാൻ കഴിയുന്നത്? നിങ്ങൾക്ക് കൈ വിറക്കില്ലേ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, സാറേ, ഞാനും സാറിൻ്റെ കൂട്ടൊരാളാണ്. ഞാൻ LSDയോ ഏതെങ്കിലും ഒരു മയക്കുമരുന്നോ എൻ്റെ ശരീരത്തെ വളരെ ആവേഗത്തിൽ കുത്തിവെച്ച് സാമാന്യം മനസ്സിന് കരുത്തായും തോന്നുമ്പോൾ മാത്രമാണ് തണുത്ത് മനസ്സ് ഉറയ്ക്കുമെന്ന് അയാൾ പറയുന്നത്. മനസ്സങ്ങ് തണുത്തുറയും. പിന്നെ എല്ലാം ഒരു തവിട്ട് നിറമാണെന്നാണ് പറയുന്നത്. ജീവിതത്തിനും മരണത്തിനും എല്ലാം ഒരു തവിട്ട് നിറം.
കൊലക്കത്തി എടുത്ത് വെട്ടുമ്പോൾ നമ്മളെന്തോ വലിയ ശത്രുവിനെ നേരിട്ടു. പാകിസ്ഥാനോട് യുദ്ധം ചെയ്തൊരു ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ മാനസികാവസ്ഥയിൽ കുത്തുകയാണ്. കുത്തി ഇത്രയും പേരെ കൊന്നു. അയാൾ പറയുന്ന ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചാൽ എനിക്ക് കുറ്റബോധം ഉണ്ടാക്കും, മാനസാന്തരം വരും. എന്നാൽ ഇത്തരം രാസലഹരി ഉപയോഗിക്കുന്ന ഒരാളിന് കുറ്റബോധമേ ഉണ്ടാകില്ല. ഒരു മനോരോഗം ബാധിച്ച ഒരാൾ എങ്ങനെ പെരുമാറുമോ സമൂഹത്തിൽ, അതിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയിൽ അയാൾ പെരുമാറും. ഈ അടുത്തിടെ നമ്മൾ കേട്ട ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസമാണ് MDMA കഴിച്ച് അതിന് അഡിക്റ്റായി പോയ ഒരുവൻ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന്, സാറേ ഞാനിതിന് ഇരയായിപ്പോയി, എന്നെ ഏതെങ്കിലും ഒരു അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. സാധാരണ അത് സംഭവിക്കില്ല. എന്തുകൊണ്ട്? നിങ്ങളത് മനസ്സിലാക്കണം. ഈ രാസലഹരി ഉള്ളിൽ ചെന്നാൽ ഒരു മനോരോഗിയോട് നിനക്ക് അസുഖമുണ്ട്, ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അയാൾ ഒരിക്കലും പറയില്ല അയാൾക്ക് മനോരോഗമുണ്ട്, നിങ്ങൾ എന്തോ അസുഖമുണ്ടെന്ന് അയാൾ പറയൂ. അതുപോലെയാണ് ഈ രോഗം. ഇയാൾ രോഗിയാണ്. ഈ MDMA കഴിക്കുന്ന ആൾക്കാർ രോഗികളാണ്. അയാൾ ഒരിക്കലും പറയില്ല എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണമെന്ന്. ഒരാൾ തിരിച്ചറിവോടെ വരുന്ന അവസ്ഥ സാധാരണഗതിയിൽ ഉണ്ടാകില്ല. 95 വയസ്സ് വരെ ജീവിക്കേണ്ട ആൾ 7 കൊല്ലമോ 12 കൊല്ലമോ ജീവിച്ച് കാലയവനികയ്ക്കുള്ളിലേക്ക് കടന്നു കയറുന്നൊരു വല്ലാത്ത അവസ്ഥയാണ് ഈ രാസലഹരികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. മാത്രമല്ല നമുക്ക് സമാധാനമായ ജീവിതം വേണം. തൊട്ടടുത്ത മുറിയിൽ MDMA കഴിച്ച് പരിചയമുള്ള ഒരു മകൻ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനത്തോടെ എൻ്റെ മുറിയിൽ കിടന്നുറങ്ങുമെന്ന് ചോദിച്ചൊരു അമ്മയെ ഞങ്ങൾ കണ്ടു ഈ യാത്രയിൽ. അങ്ങനെ എത്രയോ പേർ. തൊട്ടയലത്ത് ഒരു അതിഥി തൊഴിലാളി രാസലഹരി ഉപയോഗിക്കുന്ന ആൾ താമസിക്കുന്നതുകൊണ്ട് മാത്രം 10-40 ദിവസമായി ഉറങ്ങാത്തൊരമ്മയെ ഞാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ സ്ഥിതിയാണ്. വളരെ അപകടം പിടിച്ചൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. നിങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ വണ്ടി എവിടെയെങ്കിലും പോയി തട്ടിയാൽ നിങ്ങൾ ഇറങ്ങി എന്തിന് എൻ്റെ വണ്ടി കൊണ്ട് തട്ടിയെന്ന് ചോദിക്കരുത്. കാരണം MDMA കഴിച്ചു വരുന്നവൻ ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിൽ അവൻ്റെ കയ്യിൽ കത്തി കാണും. അപ്പം നമുക്ക് ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന് പോലും അറിയാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഈ ഒരു അപകട സമയത്താണ് ഈ വാർത്തകളിൽ എന്തുകൊണ്ട് ഇത്രയും കൊലപാതകങ്ങൾ നിറയുന്നു എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞങ്ങൾ യാത്ര തുടങ്ങിയതെങ്കിൽ ഈ നാടിനെ നമ്മൾ രക്ഷപ്പെടുത്തുക തന്നെ വേണം. ഇതെനിക്ക് പിറന്ന മണ്ണാണ്, ഇതെൻ്റെ സ്വന്തം കളരിയാണ്. ഈ നാടിനെ രക്ഷപ്പെടുത്താതെ ഇനി രണ്ടാമതൊരു ചിന്തയില്ല എന്ന ധാരണയിലാണ് 24 വാർത്താ സംഘം ഇത്തരമൊരു യാത്രയ്ക്ക് തയ്യാറായത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ മാസം 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കുന്നൊരു മഹാസമ്മേളനത്തിൽ നമ്മൾ പ്രഖ്യാപിക്കും, അവസാനത്തെ രാസലഹരിക്കാരനും കേരളം വിട്ടുപോകണം. ഇനി ഒരു വീട്ടിലും രാസലഹരി കഴിക്കുന്ന ഒരാൾ കേരളത്തിലുണ്ടാകരുത്. കൊലക്കത്തിയുമായി പാഞ്ഞു നടക്കുന്ന ഒരു MDMA-കാരൻ കേരളത്തിന് ഇനി കാഴ്ചവസ്തുവാകരുത് എന്ന് നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു പറയും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരിക. 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഒരേ ശബ്ദത്തിൽ കോഴിക്കോട് സംഗമിക്കും. നോ ഡ്രഗ്, നോ വയലൻസ്. നമ്മൾ വിളിച്ചു പറയും. നമ്മുടെ ശക്തി സാധ്യതകളിൽ കേരളം നടുങ്ങും. ഒരുപക്ഷേ ഓരോ തട്ടകത്തിലിരുന്ന് MDMA കച്ചവടത്തിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന സർവ്വ MDMA വ്യാപാരികളും കേരളം വിട്ടുപോകാനുള്ള ഉശിരും ഉരുക്ക് നിറഞ്ഞ കരുത്തും നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് കാണിക്കും. കോഴിക്കോട് ആഞ്ഞടിക്കുന്ന കടലിൻ്റെ കരുത്തിൽ ആവേശം നിറഞ്ഞ ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയും, ഒരു MDMA-കാരനും കേരളത്തിൽ ഇനി ജീവിതമില്ല. അതിനുവേണ്ടി നിങ്ങളെല്ലാം വരിക. 20-ാം തീയതി കോഴിക്കോട്. നമ്മുടെ നാടിനെ നിങ്ങൾക്കറിയുന്ന പോലെ ലോകത്തു നിന്ന് വരുന്ന, വിദേശ നാടുകളിൽ നിന്ന് വരുന്ന എല്ലാ സഞ്ചാരികൾക്കും ഈ മണ്ണൊരു കൗതുകമാണ്. കൊച്ചി വിമാനമിറങ്ങുന്ന ഒരാൾ ആടി ഉലയുന്ന തെങ്ങിൻ തലപ്പുകൾക്ക് അടിയിൽ ഒരു പച്ച പരവതാനി വിരിച്ചതുപോലെ കാണുന്ന മനോഹരിയായ ഈ മണ്ണിലാണ് മാരകമായ രാസലഹരിയുടെ വിഷം നുകർന്ന് ഈ മനോഹരിയുടെ ജീവിതം കെടുത്തുന്നത്. അനുവദിക്കരുത്, അനുവദിക്കരുത്. നമ്മൾ 20-ാം തീയതി അവസാനം ഇടണം. 20-ാം തീയതി ഈ മഹാസമ്മേളനം കഴിയുമ്പോൾ അടുത്ത 15 ദിവസങ്ങൾക്കകം ഈ യാത്രയിൽ ഞങ്ങൾ കണ്ടെത്തിയ രഹസ്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ലഭിച്ച രഹസ്യങ്ങളും എല്ലാം ഒരു റിപ്പോർട്ടായി 2 ഭാഗങ്ങളായി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതിലൊരു ഭാഗം ജനങ്ങളെല്ലാം അറിയാവുന്നത്, രണ്ടാമത്തെ ഭാഗം ഒളിവിടങ്ങളിലിരുന്ന്, ഉറവിടങ്ങളിലിരുന്ന് ഈ നാട്ടിലേക്ക് രാസലഹരി ഒഴുക്കിവിടുന്നവനും അവന് കുടപിടിക്കുന്നവനും അവൻ്റെ പേര് വിവരങ്ങളും ഫോട്ടോ സഹിതം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ നടുക്കുന്ന റിപ്പോർട്ടായിരിക്കും ഈ 2-ാം ഭാഗം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. 1-ാമത്തെ യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും അപകടം പിടിച്ച ഊടുവഴികളിലൂടെ കേരളം നീങ്ങുന്നുവെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നമുക്കൊപ്പം ചേരുക. നമുക്കിനി താമസിക്കാൻ സമയമില്ല. കാരണം
ഒരു മണിക്കൂറിൽ ഏതാണ്ട് ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 340 പേർ ഈ മാരക ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഇങ്ങനെ നീങ്ങാൻ പാടുണ്ടോ? കേരളം എന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ണാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞു, ഏതാണ്ട് 100-ലധികം കാര്യങ്ങൾ ഇന്ത്യ ഒന്നാമതാണെന്ന് പറഞ്ഞു. അതുപോലെയാണ് കേരളവും. ഒരുപാട് കാര്യങ്ങളിൽ കേരളം ഒന്നാമതാണ്. ആ ഒന്നാമത് ഓടിയെത്തിയ ഒരു മണ്ണിനെ എന്നേക്കുമായി കുഴിച്ചു മൂടാനുള്ള ചില തൽപര കക്ഷികളുടെ സ്വാധീനത്തിൽ കുരുങ്ങി നമ്മൾ ഒരിക്കലും അവർക്ക് അടിയറവ് പറയരുത്. നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങൾ കുട്ടികൾ, പ്രത്യേകിച്ചും കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളെയാണ് ഇവരാദ്യം ലക്ഷ്യം വയ്ക്കുന്നത്. ക്യാച്ച് ദം യങ് എന്ന് പറയുന്നൊരു തിയറിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളൊന്നേ പറയാനുള്ളൂ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കൊച്ചിയിലുള്ളൊരു +2 കുട്ടിയെ ഇതേപോലെ MDMA എന്ന ലഹരിയിൽ പടർത്തിയിട്ട് ഒരു സംഘം കാപാലികന്മാർ ഉപയോഗിച്ചു. എന്നിട്ട് ആ കുട്ടിയുടെ അശ്ലീല ചിത്രങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു കുടുംബം തന്നെ തകർന്ന് തരിപ്പണമാകുന്ന രീതിയിൽ അത് അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം ജീവിതത്തിൽ നേർവഴിയെ സഞ്ചരിക്കാൻ ജീവിതത്തിൽ അവസരം കിട്ടിയപ്പോൾ ചെളിക്കുണ്ടിൽ വീണ് ജീവിതത്തിലെല്ലാം തച്ചുടച്ച് തകർന്ന് തരിപ്പണമാകണോ, അതോ നന്മയുടെ വഴിയിലൂടെ നല്ല കുട്ടിയായി പഠിച്ച് ജീവിതത്തിൻ്റെ ഉയരങ്ങളുടെ ഏടിപ്പടികൾ ഓരോന്നായി നിങ്ങൾക്ക് കയറിപ്പോകണമോ? നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു ഭാവിയാണ്. ആ ഭാവി തച്ചുടച്ച് വീട്ടുകാർക്ക് എന്നും ഓർമ്മയുടെ കണ്ണുനീരായി മാറണോ എന്ന 2 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതിലേത് ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ആശങ്കയോടെ എന്നെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ നോക്കിയിരിക്കുന്നത്. എനിക്കറിയാം, തിരിച്ചറിവുള്ളവരാണ് നിങ്ങൾ കുട്ടികൾ. പക്ഷേ നിങ്ങളെക്കാളും തിരിച്ചറിവും നിങ്ങളെക്കാളും സ്വാർത്ഥ താല്പര്യങ്ങളുമുള്ള മഹാശക്തികൾ നമുക്ക് പിന്നിലുണ്ട്. നമുക്കൊക്കെ എന്തുകൊണ്ട് ഭയമില്ല എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഒരു നാടിൻ്റെ ശവപ്പറമ്പ് തീർക്കാൻ ശ്രമിക്കുന്ന ഒരാളെ നേരിടുമ്പോൾ നമ്മളുടെ ജീവനെക്കുറിച്ച് നമ്മൾ പരാതിപ്പെടരുത്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ മുന്നോട്ട് പോവുക. നിങ്ങളെല്ലാവരും കേരളം മുഴുവൻ ഒന്നിച്ചൊന്നായി അണിനിരന്ന് ഒരേ ശബ്ദത്തിൽ ഒരേ ശക്തിയിൽ നോട്ട് ടു ഡ്രഗ്, നോട്ട് ടു വയലൻസ് എന്ന് പറഞ്ഞാൽ ആ നോ ഒരു ബിഗ് നോ ആയിരിക്കും. അപ്പോൾ ഒരുപക്ഷെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി SKN40 എന്ന് പറയുന്നൊരു എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്ന് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, വളരെ ചെറിയൊരു കാലമാണെങ്കിൽ പോലും ജനനത്തിനും മരണത്തിനുമിടയിലുള്ള ചെറിയൊരു തൂക്കുപാലത്തിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തിനാണ് എൻ്റെ ഈ ജീവിതം ഞാൻ തച്ചുടയ്ക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കും എന്ന ഉറപ്പോടെ ഞാൻ ഹാഷ്മിയെ 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞാൽ സ്മിത ഹരിദാസ് 2 വാക്ക് പറയും. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്ന ഈ കോളേജിൻ്റെ സിഇഒയോടും അതുപോലെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലിനോടും മാനേജ്മെൻറ്റിനോടും 24 നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. നമുക്കിനിയും കാണണം. പറ്റുമെങ്കിൽ കോഴിക്കോട് വെച്ച് 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്. അതാണ് D-Day. അവിടെയാണ് നമ്മൾ വിളിച്ചു പറയാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഹായ് പ്രിയപ്പെട്ടവരെ, SKN വളരെ ആവേശഭരിതമായ, വളരെ മോട്ടിവേറ്റിംഗ് ആയ യാത്രാനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പറഞ്ഞ വലിയ വാക്കുകൾക്ക് മുന്നിൽ ഇനി ഒരു പ്രസംഗത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. എങ്കിൽ കൂടിയും ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമപ്രവർത്തകൻ ഞങ്ങളെപ്പോലെ ഒരു സാധാരണ മാധ്യമപ്രവർത്തകനല്ല. അദ്ദേഹം കടന്നു വന്ന വഴികൾ കൂടിയൊക്കെ വഴിത്തിരിവുണ്ടാക്കിയ, പാത്ത് ബ്രേക്കിംഗ് തീരുമാനങ്ങളെടുത്ത് ഇടപെടലുകൾ നടത്തിയ, 24 അടക്കം വലിയ മാറ്റങ്ങൾക്ക്, വലിയ പാരഡൈം ഷിഫ്റ്റുകൾക്ക് വഴിയൊരുക്കിയ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് 40 വർഷങ്ങൾ ഉറപ്പായും ആഘോഷിക്കപ്പെടാനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതത്തിന് 40 വർഷങ്ങൾ. നമ്മൾ അത് ആഘോഷം മാറ്റി ഒരു സന്ദേശയാത്രയ്ക്ക് മാറ്റാനുള്ള തീരുമാനം, നേരത്തെ SKN പറയുന്നത് പോലെ അത്രത്തോളം മാരകമായ, വല്ലാത്ത ആസുരമായ കാലത്ത് നമ്മൾ ജീവിക്കുന്നു എന്ന കൃത്യമായ തിരിച്ചറിവിലാണ്. ഇനി ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് ഓരോ ദിവസം എന്നോണം വന്നുകൊണ്ടിരുന്ന വാർത്ത. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. വാർത്താ ആധിക്യം ഒരുപാട് പേരെ കൊന്നൊടുക്കുന്ന, സ്വന്തം അമ്മയും അച്ഛനെയും വരെ കഴുത്തറത്ത് കൊല്ലാൻ കൈവിറയ്ക്കാത്ത കുറേയധികം മനുഷ്യരെ നമ്മൾ കണ്ടു, കുറേയധികം യുവാക്കളെ നമ്മൾ കണ്ടു. ഇനി ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നമ്മൾ ഇറങ്ങിയതാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങി എന്ന് ഉറച്ച് വിശ്വസിച്ച് നേരത്തെ SKN പറഞ്ഞു. ഇന്നലെയാണ് മലപ്പുറത്ത് താനൂരിൽ ഒരു യുവാവ്, ഒരു വിദ്യാർത്ഥി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു പോകുന്നു. പോലീസുകാർ എന്താണെന്ന് ചോദിക്കുന്നു. സാറേ, എൻ്റെ ജീവിതം തകർത്തു ഈ ലഹരി, എൻ്റെ ജോലി തകർത്തു, എൻ്റെ പഠനം തകർത്തു, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ കുടുംബജീവിതങ്ങൾ ഇല്ലാതാക്കുന്നു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും സമാധാനമില്ല, എന്നെ രക്ഷിക്കണം.
എന്ന് പറഞ്ഞ് പോലീസുകാർക്ക് മുന്നിൽ കേണപേക്ഷിക്കുകയാണ്. പോലീസുകാർ അവനെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റുകയും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടാകുന്നെങ്കിൽ നമ്മളടക്കം നടത്തുന്ന ഭഗീരഥ പ്രയത്നങ്ങളുടെ എളിയ റിസൾട്ടുകൾ കണ്ടു തുടങ്ങുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. എങ്കിലും എന്താണ്, വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പ്രകൃതിയെ പറയുന്നത് പോലെ, അല്ലെ പണിഞ്ഞിട്ടും പണിതീരാത്ത പ്രപഞ്ചവന്ദനമേ എന്ന പാട്ട് പോലെ പിടിച്ചാലും തീരാത്ത മട്ടിൽ ഒരുപാട് ലഹരി വാർത്ത പിടിക്കുന്ന MDMA വലിയ ഹണ്ടുകളുടെ വാർത്ത ഇന്നും വന്നു. കഞ്ചാവിൻ്റെയും ഹൈബ്രിഡ് കഞ്ചാവിൻ്റെയും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ്, MDMA, ലഹരി, കൊക്കൈൻ, ഹെറോയിൻ എന്ന് വേണ്ട, ഹാഷിഷ് ഓയിൽ എന്ന് വേണ്ട ലഹരിയുടെ നാനാവിധങ്ങൾ പിടിക്കുന്ന വാർത്ത നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ കാണുന്നുണ്ട്. അതിന് കുറവൊന്നും വരുന്നില്ല, പക്ഷേ അതിന് കുറവ് വരും, ഏതെങ്കിലും ഒരു കാലത്ത് അതിന് കുറവ് വരും. ഈ പറയുന്ന അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിന് ഏതെങ്കിലും തരത്തിൽ അയവുണ്ടായാൽ നമ്മളുടെ ഒരു മൂന്നാം കണ്ണ്, ജാഗ്രതാ കണ്ണ് അതിൻ്റെ പിന്നാലെയുണ്ട് എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ യാത്ര. ഉറപ്പായും MDMA എന്താണെന്ന് എത്ര പേർക്കറിയാം? MDMA എന്താണെന്ന് അറിയാമോ? MDMA എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? അത് പഠിക്കണം, അതിനി പഠിക്കേണ്ട സമയമാണ്. മെഥിലീൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്ന് പറയുന്ന കെമിക്കൽ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സാധനം 1912 ലാൻഡൻ കോളിഷ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കെമിസ്റ്റ് കണ്ടുപിടിക്കുന്നു. 1912 ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇത് ആൻറ്റി ഹെമറേജ് ഏജൻ്റായി രക്തമൊഴുക്ക് നിയന്ത്രിക്കാനുള്ള മരുന്നാണ് ഉപയോഗിക്കുന്നത്. 1970കളാകുമ്പോൾ ഇതിൻ്റെ കെമിക്കൽ കമ്പണൻറ്റിൽ മാറ്റമുണ്ടാകുന്നു. ഇതിനെ മോളി, എക്ടസി എന്നൊക്കെ പറയുന്ന പാർട്ടി ഡ്രഗായി ഉപയോഗിച്ച് തുടങ്ങുന്നു. 1980കളിൽ അത് കുറച്ചുകൂടി വ്യാപകമാകുന്നു ലോകത്ത്. അപ്പോഴും ഇന്ത്യയും കേരളവും അതിൽ നിന്ന് കുറച്ചധികം മാറി നിന്നു. അതിനുശേഷം 2025 ആകുമ്പോഴേക്കും 1912 ലാൻഡൻ കോളിഷ് കണ്ടുപിടിച്ച് 1916 ആയപ്പോഴേക്കും ഈ ശാസ്ത്രജ്ഞൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. താൻ കണ്ടുപിടിച്ച ഈ കെമിക്കൽ കമ്പണൻ്റ് ഏതൊക്കെ രീതിയിൽ ലോകത്തെ കീഴടക്കി എന്തായാലും അദ്ദേഹം കണ്ടില്ല. 1912 കണ്ടുപിടിച്ച ഈ കെമിക്കൽ കമ്പണൻ്റ് 2025 ആകുമ്പോഴേക്കും കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ഏത് പെട്ടിക്കടയിലോ അല്ലെങ്കിൽ എവിടെ ഒരാൾക്ക് ഇപ്പോൾ എക്സൈസുകാർ പറയുന്നത് ഒരാൾക്ക് MDMA എവിടെ ആവശ്യമുണ്ടോ അവിടെ കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കാൻ ആളുണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം വ്യാപകമാകുന്ന നമ്മുടെ വരും തലമുറ ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ അത് ഇറങ്ങി പുറപ്പെടുമ്പോൾ, അത് ആക്രമിക്കാൻ വലിയ റാക്കറ്റുകൾ ഇറങ്ങുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്ന് കുളിപ്പിച്ച് കിടത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തായാലും കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. നമ്മൾ ഇറങ്ങുകയായിരുന്നു. എല്ലാവരുടെയും പിന്തുണ, അഭൂതപൂർവ്വ പിന്തുണ. ഇപ്പം നമ്മളൊരു ടോൾ ഫ്രീ നമ്പർ പ്രേക്ഷകർക്ക് കൊടുത്തു. അത് കൊടുക്കാനുള്ള കാരണം, നമ്മൾ പോകുമ്പോൾ പലയിടത്തും ഈ പറയുന്ന രീതിയിൽ ഈ ലഹരി മാഫിയക്കെതിരെ സംസാരിച്ചാൽ അവർ വേട്ടയാടുമോ എന്ന ഭയം അവർ പങ്കുവച്ചു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, രാത്രി അടക്കം രാവിലെയും രാത്രിയുമായി ഈ പറയുന്ന ദിവസങ്ങളിൽ ആ ടോൾ ഫ്രീ നമ്പറിലോട്ട് വരുന്ന കോളുകൾ, ഓരോരുത്തർ പറയുന്ന അനുഭവങ്ങൾ, ഈ പറയുന്ന പല ഉറവിടങ്ങൾ നമ്മൾ പോലീസിനടക്കം അത് കൈമാറുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതികരണം ഈ യാത്രയ്ക്കും ആ ടോൾ ഫ്രീ നമ്പറിനൊക്കെ കിട്ടുന്നുണ്ട്. വല്ലാത്ത കാലമാണ്. ആ കാലത്തെ ഈ യാത്രയ്ക്ക് എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കവി കടമനിട്ട പണ്ട് പറഞ്ഞതുപോലെ, കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ്, ജാഗ്രതയോടെ ഇരിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ, കുട്ടികളെ കാണുമ്പോൾ, അവരുടെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ വലിയ സന്തോഷം. ഹാഷ്മി പറഞ്ഞതുപോലെ കടമനിട്ടയുടെ രണ്ടുപേരെയും ഞാനും പറയാൻ പോവാണ്. വിസ്മയം പോലെ ലഭിച്ച നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്ക നാം. വിസ്മയം പോലെയാണ് നമ്മളിവിടെ വന്നു പോകുന്നത്, അല്ലേ? ഒരു ചിത്രശലഭം എത്ര നേരത്തേക്കുണ്ട്, അല്ലേ? പക്ഷേ കുറച്ച് സമയമുള്ളെങ്കിലും ആ ചിത്രശലഭം ചിറക് വെച്ച് കഴിയുമ്പോൾ നല്ല നിറങ്ങളോടെ ഇങ്ങനെ പറന്ന് ആ ഒരു പൂവിൽ ചെന്നിരുന്ന് അതിൽ നിന്നൊരല്പം തേൻ കുടിച്ച് അങ്ങനെ മാക്സിമം അതിൻ്റെ ആ ക്ഷണിക ജീവിതം അത്രയും മനോഹരമാകുന്നു. പൂവാണോ ചിത്രശലഭമാണോ സൗന്ദര്യമേറിയതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഒരു മാത്ര. അപ്പോൾ അതുപോലെയുള്ളൊരു ജീവിതമാണ് ഈ ലഹരിയും മറ്റ് മയക്കുമരുന്നുകൾ പലതുമുണ്ട്. അതിലേക്കൊക്കെ പോയി നമ്മളൊന്നോ ഇടറി വീഴുമ്പോൾ നമ്മൾ വഴികളിൽ വീണു പോകുന്നത്, നമ്മുടെ ജീവിതം തന്നെ കീഴ്മേൽ മറയുന്നത്. ഇവിടെ ഇപ്പോൾ അക്കിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. കാരണം എനിക്ക് പ്രിയപ്പെട്ട 2 കവികളുടെ സ്ഥലമാണിത്. ഒന്ന് റഫീഖ് അഹമ്മദ്. അപ്പോൾ സാധാരണ കോളേജ് ക്യാമ്പസുകളിൽ നമ്മൾ പണ്ടൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ നല്ല സന്തോഷമുള്ള മുഖത്തോടെ കുട്ടികൾ വരുന്നത് കാണാം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവൻ്റെ തിരികളുണ്ട് ആത്മാവിനുള്ളിൽ. അന്നൊക്കെ കോളേജിൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രണയങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറയായിരുന്നു, 3-4 വർഷമായിട്ട് പ്രണയത്തിലായിരുന്ന ഒരു പയ്യൻ അവളെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ശരീരം മുഴുവനും വരഞ്ഞ് മുറിവേൽപ്പിച്ചു എന്ന്.
അത്രയും മനോഹരമായൊരു ബന്ധം, അത്രയും വേദനിപ്പിക്കുന്ന ഒരു ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ അത്രയും വേദനിപ്പിക്കുന്ന ഓർമ്മയിലേക്ക് മാറാനുള്ള ഒരൊറ്റ കാരണം ഈ പറയുന്ന രാസലഹരിയാണ്. അവളത് തിരിച്ചറിഞ്ഞില്ല. അവൻ്റെ മാറ്റങ്ങൾ അവൾ മറ്റെന്തോ മാറ്റങ്ങളാണെന്ന് കരുതിപ്പോയി. അവസാനം കൈവിട്ടു പോയപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക്, ദുരനുഭവങ്ങളിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. അപ്പോൾ നമ്മുടെ കവി റഫീഖ് അഹമ്മദിൻ്റെ സ്ഥലമാണിത്. ഒപ്പം തന്നെ മാധവൻ അയ്യപ്പത്ത് എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം വളരെ മനോഹരമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ അത്രയ്ക്ക് മനസ്സിലാക്കാതെ പോയ ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹം പറയുന്നത്, ഒന്ന് ചിരിക്കൂ വിഭാത വിശുദ്ധിയിൽ വന്യസുമങ്ങൾ വിടരുന്ന മാതിരി, ഒന്ന് ചിരിക്കൂ വെറുതെ നിരുദ്ദേശ സന്ദർശനത്തിൻ്റെ മാധുരി മാതിരി എന്ന്. നിരുദ്ദേശ സന്ദർശനം, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ചില അമ്മുമ്മമാരൊക്കെ പെട്ടെന്ന് ദിവസം രാവിലെ കുറച്ച് അവലോസുണ്ടയും അച്ചപ്പവും അങ്ങനെ നെയ്യപ്പവും ഒക്കെ ആയിട്ട് കയറി വരും. എന്തിനാ വന്നത്? അവർ വെറുതെ വന്നതാണ്. നിരുദ്ദേശ സന്ദർശനമാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും ആ കാലത്തൊക്കെ അല്ലേ? ഞങ്ങൾ കുട്ടികൾക്ക് അങ്ങനെയായിരുന്നു. ഇവർ വന്ന് കുറേ വിശേഷങ്ങളൊക്കെ പറയും, വെറുതെ. അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അവർ പറയാം. പക്ഷെ കുട്ടികൾ വട്ടം കൂടും. അന്നൊക്കെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളും എല്ലാവരും വന്നിരിക്കും, എല്ലാവരും കൂടെ വിശേഷങ്ങൾ പറയും. അന്നത്തെ ദിവസത്തെ സന്തോഷത്തിന് വേറെ ഒരു വകയും വേണ്ട. അവർ പറയുന്ന ചില കാര്യങ്ങൾ, ഗൗരവമുള്ള കാര്യങ്ങൾ കുട്ടികളെടുക്കും, ഗൗരവമല്ലാത്തവ ചിരിച്ചു തള്ളും. അങ്ങനെ പോയിരുന്ന ഈ കുട്ടികളിൽ ഇപ്പോൾ സ്ട്രെസ് ഉണ്ടെന്ന് പലരും പറയുന്നു. കുട്ടികൾ പലതിലേക്കും പോകുന്നതിന് ഒരു പ്രധാന കാരണം വീടുകളിലെ അകത്തളങ്ങൾ അല്ലെങ്കിൽ വീടുകളിലെ മുറ്റങ്ങൾ അത് നിറയെ കുട്ടികളുടെ, നമ്മുടെ അയൽക്കാരുടെയൊക്കെ സ്നേഹ സമ്മേളനങ്ങളില്ലാത്തതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കതൊക്കെ തിരിച്ചു വരുത്തണം അല്ലേ? അപ്പോൾ ഈ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതെ വീടിനുള്ളിൽ നിന്ന് നമ്മൾ തുടങ്ങണം. നമ്മുടെ കുട്ടികളോട് നമ്മൾ മനസ്സറിഞ്ഞ് സംസാരിക്കണം. നമ്മുടെ കുഞ്ഞിൻ്റെ മുഖമൊന്ന് വാടിയാൽ അത് കാണാതെ പോകരുത്. അവർക്കായി ഈ ഫോണും ടി വിയും എല്ലാം മാറ്റി വെച്ചിട്ട്, ടി വി കാണണം കേട്ടോ, ന്യൂസ് കാണണേ, എന്നിട്ട് നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചോദിച്ചറിയണം, അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യണം. അങ്ങനെ നമ്മുടെ കുട്ടികളെ തെറ്റിൻ്റെ വഴിയിലേക്ക് പോകാതെ നേർവഴിക്ക് നടത്താൻ കഴിയും. നിങ്ങൾ കൂട്ടുകാരും പരസ്പരം അതുപോലെ പ്രശ്നങ്ങൾ പങ്കിട്ട് ആരും ആ വഴിയിലേക്ക് പോകാതെ മുന്നോട്ട് വരണം. നമ്മുടെ ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ട് എന്നറിയുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അമ്മമാരാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ശ്രീകണ്ഠൻ സാറ് നടത്തുന്ന യാത്ര 20-ാം തീയതി തീരുമ്പോൾ ഈ രാസലഹരി MDMA എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല, അതിനുള്ള ശക്തമായ നടപടി ഉണ്ടാകും. അതെൻ്റെ അമ്മയുടെ മാത്രം വിശ്വാസമല്ല, അതുപോലെ 100,000 അമ്മമാരുടെ വിശ്വാസമാണ്. നിങ്ങളുടെ അമ്മമാരുടെ ആ വിശ്വാസത്തിന്, ആത്മവിശ്വാസത്തിന് ആക്കം കൂട്ടി ഇതേ രീതിയിൽ മുന്നോട്ട് പോകണം. അക്രമത്തിനും ലഹരിക്കുമെല്ലാം എതിരായി നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. എന്തിനും അർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല, മാത്രകൾ മാത്രം. ആ മാത്രകൾ വളരെ സന്തോഷമായിട്ട് നല്ല ഓർമ്മകളോടെ നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാ ആശംസകളും. താങ്ക് യു. ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ യുവത്വവും ലഹരിക്കടിമപ്പെടുമ്പോൾ, അക്രമത്തിനടിമപ്പെടുമ്പോൾ 969 മുതൽ നാഷണൽ സർവീസ് സ്കീം എന്ന പേരിൽ സ്വാമി വിവേകാനന്ദൻ്റെയും സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും പേരിൽ പ്രവർത്തിച്ചു വരുന്ന നാഷണൽ സർവീസ് സ്കീം അവനവനിസത്തിൽ നിന്നും മാറി സഞ്ചരിച്ചുകൊണ്ട് ചോർന്നൊലിക്കാത്ത ഒരു വീട് എന്ന സ്വപ്ന സാക്ഷാത്കാരം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അഷ്റഫ് എന്ന ആ യുവാവിന് വീട് നിർമ്മിച്ചു നൽകുന്നു. ഇതിനായുള്ള ധനസമാഹരണാർത്ഥം കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ഈ ഭവനം ഞങ്ങൾ സ്വപ്ന സാഫല്യമാക്കുന്നത്. ആയതിലേക്കുള്ള ധനസമാഹരണാർത്ഥത്തിന് ഇന്നിവിടെ തുറക്കം കുറിക്കുകയാണ്. ഇതിനായി ഉള്ള ബ്രോഷർ പുറത്തുവിടുന്നതിനായി, ഇത് പ്രകാശനം ചെയ്യുന്നതിന് ശ്രീകണ്ഠൻ നായരെയും അതുപോലെ തന്നെ ഇത് ഏറ്റുവാങ്ങുന്നതിനായി പ്രോഗ്രാം ഓഫീസർ കൃഷ്ണകുമാർ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളൊരു ഫോം തന്നിട്ടുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ആ ഫോമിൽ താഴെ നിങ്ങളുടെ ഫോൺ നമ്പറും പേരും എഴുതേണ്ട സ്ഥലത്ത് അത് എഴുതിയിട്ട് അത് കീറി ഇവിടെ എവിടെ അതിൻ്റെ ഇത് വെച്ചിരിക്കുന്ന ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് നമ്മൾ, ഇതാ അതിലിടുക. ഒപ്പം ആ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു തരണം. അത് നമ്മൾ ഒരു സിംഗപ്പൂർ യാത്ര, കടൽ യാത്രയാണ് ബെന്നീസ് റോയൽ ടൂർസ് സംഘടിപ്പിക്കുന്നത്. അതിലൊരു വിന്നർ, ഓരോ ജില്ലകളിൽ നിന്നും ഓരോ വിന്നർമാരുണ്ടാവും. 14 ജില്ലകളിൽ നിന്നും ഓരോ വിന്നേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളത് മറക്കണ്ട കേട്ടോ. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് കെ ചെറ്റപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്നുള്ള സംഭവമാണ്. ഞങ്ങളും ഏതാണ്ട് 100 വീടുകൾ അതേ കെ ചെറ്റപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലാണത്. അതുപോലെ കെ ചെറ്റപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടെ തന്നെ 24 കണക്ട് എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ നമുക്കുണ്ട്. അത് 40 സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നു എന്ന് കരുതുന്ന 40 സ്കൂളുകളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. ഈ യാത്രയിൽ നമ്മൾ തീരുമാനിക്കും. അതുപോലെ തന്നെ ഈ യാത്രയിൽ നമ്മൾക്ക് ഒരുപാട് സഹായങ്ങൾ തേടിയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതിൽ മിക്കവാറും ബാങ്ക് ലോണും ജപ്തിയാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ മറ്റ് ചില സഹായങ്ങൾ ചെയ്യാൻ ഒരുപാട് ഹൃദയസ്ഥരായ ആളുകളുടെ സഹായം നമ്മൾ തരുന്നുണ്ട്. നമ്മൾ 1-ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച സഹായ പദ്ധതികളും നമുക്ക് ലഭിച്ച പരാതികളുടെയും അർജികളുടെ അടിസ്ഥാനത്തിൽ ആളുകളുടെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ അവരുടെ ഒന്നും പേരുകളൊന്നും പ്രസിദ്ധപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവരുടെയൊക്കെ പേരുകൾ പ്രശസ്തമാക്കി അവരുടെ കുടുംബത്തിനെയൊക്കെ പ്രശ്നമാക്കാൻ നമ്മൾ ഉദ്ദേശിക്കാത്തതുകൊണ്ടും അതിൻ്റെ ഒരു ഖ്യാതിയുണ്ട്, 24-ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നതുകൊണ്ടും അവർക്കുള്ള സഹായം ബാങ്ക് വഴി അവരുടെ വീടുകളിലെത്തും. അതായിരിക്കും നമ്മുടെ യാത്രയിലെ മറ്റൊരു കാര്യം. എന്നാൽ ഈ യാത്രയുടെ പരമായ ലക്ഷ്യം നമ്മുടെ യുവതലമുറയെ എന്നേക്കുമായി ഈ മയക്കുമരുന്ന് ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക. ആരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ എത്തിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മുടെ ഡി ഡേ എത്രാം തീയതിയാണ് മറന്നുപോകും നിങ്ങൾ? ഏപ്രിൽ 20 ഞായറാഴ്ച കോഴിക്കോട് ബീച്ച്, വൈകുന്നേരം 4 മണി. എന്തെങ്കിലും സംഭവിക്കും. ഞങ്ങൾക്ക് ഒരു സന്തോഷം കൂടി ഉണ്ട് ഇവിടെ വന്നപ്പോൾ. ഞങ്ങളുടെ കൂട്ടുകാരി, ഞങ്ങളുടെ കൂടെയുള്ള കീർത്തന കേശവൻ്റെ അമ്മയുണ്ട് ഇവിടെ. അമ്മ ഒന്ന് വരാമോ? വനജ എന്നാണ് പേര് അല്ലേ? ഒരു 2 വാക്ക് പറയാമോ? ഞങ്ങൾ വന്നതിലുള്ള ഒരു സന്തോഷം. കീർത്തന പറഞ്ഞിരുന്നു നിർബന്ധിക്കണം എന്ന് അമ്മ, അല്ലെങ്കിൽ പറയില്ല എന്ന്. കീർത്തന ഞങ്ങളുടെ വാർത്താവതാരകയാണ് 24-ലെ. നിങ്ങൾ കണ്ടുണ്ടാവും ആ മുഖം. കീർത്തനയുടെ അമ്മയാണിത്. നിങ്ങളിവിടെ ജോലി ചെയ്യുന്നു. സന്തോഷം. കീർത്തന നല്ല കുട്ടിയാണ്. ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു ഞാൻ. വളരെ സന്തോഷം. എനിക്കൊന്നും പറയാൻ ഇവിടെ കീർത്തന പറഞ്ഞല്ലോ അമ്മ നന്നായി സംസാരിക്കുന്നു. ഇപ്പം ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്കൊരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്ത് പിരിയാം. ഓക്കെ. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം
പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്മാനദാനമാണ് 500 കോടി മോഹവിലയും യഥാർത്ഥ വില 300 രൂപയുള്ള ഒരു കപ്പ് ഞാൻ പ്രിൻസിപ്പലിന് കൈമാറുന്നു. ഇനി നമ്മുടെ സിഇഒയ്ക്ക് ഇതിൻ്റെ മോഹവില മാറിയിട്ടില്ല, 500 crores. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മുടെ വിദ്യാർത്ഥി എവിടെ? ആ, നേതാവ് അല്ല, ഋഷികേഷ് എവിടെ? ഋഷികേഷ് വരൂ. ഋഷികേഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ കൂടിക്കോ, 2 പ്രസംഗമൊക്കെ അടിക്കാം. ഓക്കെ, വിജയ് ഭവ ഏതിനാണ് പഠിക്കുന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയർ, ഷൊർണൂർ. ഷൊർണൂർകാരനാണോ? ഷൊർണൂർ ഋഷികേഷ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, റെഡി. അവിടെ ഷൊർണൂർ കാർത്തികേയൻ ഒരു മാഷുണ്ടല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ കപ്പ് നിങ്ങൾക്കുള്ളതാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രം സംവരണം ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളിൻ്റെ മകൻ്റെ പേരെന്താണ്? നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന മകൻ്റെ പേരെന്താണ്? ആദ്യം കൈ കാണിച്ചാരാ? കുട്ടികൾക്കേ പറയാൻ പറ്റൂ. ആദ്യം കൈ കാണിച്ച കുട്ടിയാരാ? വരൂ കുട്ടി. ആദ്യം കൈ കാണിച്ച ആൾ എഴുന്നേറ്റ് വരൂ. ഇതെൻ്റെ ഒരു ടെസ്റ്റാ. നമ്മുടെ അയലത്ത് താമസിക്കുന്ന ആളിനെ നമുക്ക് അറിയാമോ എന്നറിയാൻ വേണ്ടി. നോക്കട്ടെ ഇങ്ങനൊരു പേര് കറക്റ്റാണോ എന്ന്. ഇതിൻ്റെ വില എത്രയാണെന്നറിയാമല്ലോ? മോഹവില 500 കോടിയാ. ആരാണ് അയലത്ത്? പെൺകുട്ടികളുള്ളത്. തൊട്ടടുത്ത് താമസിക്കുന്ന മകൻ്റെ പേര്, ആളിൻ്റെ മകനില്ല, മകളാള്. പറഞ്ഞാൽ അത് കുഴപ്പമില്ല. ഹിബ ഹിബയാണെന്ന് പറയുന്നു. ഹിബയെന്ന് അങ്ങനെ ഒരാളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടല്ലോ അല്ലേ? ആ, അതെ, താങ്കളെ ഞാൻ വിശ്വസിക്കുന്നു. എന്താ പേര്? പവൻ. ഓക്കെ, ഹെൽത്തി മാൻ. റെഡി. നിങ്ങൾക്ക് പിന്നെന്താ? ഇങ്ങോട്ട്. നിന്റെ മോഹവില 350 രൂപ. 500 കോടി. 300 രൂപ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ നേതാവ്, വിദ്യാർത്ഥി നേതാവ് ആരാണ്? ആളിന് 500 കോടി മോഹവിലയും 300 കോടി യഥാർത്ഥ വിലയുള്ള 300 കോടിയല്ല 300 രൂപ. വേഗം പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവ് ഒരാളിൻ്റെ പേര് പറയൂ. എല്ലാവരും ഒരു പേര് പറയണം, എന്നാലേ ഇത് കൊടുക്കാൻ പറ്റൂ. വരൂ. പുള്ളി തന്നെ പറഞ്ഞു, പുള്ളി തന്നെ നേതാവ്. അതാ സൂപ്പർ. അങ്ങനെ വേണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ കൈയടിക്കൂ. കൈയടിക്കാത്തവരുണ്ടല്ലോ. താങ്കളാണോ നേതാവ്? എൻ്റെ പേര് കൃഷ്ണദേവ്. കൃഷ്ണരേണു ഈ നാട്ടിൽ നന്നായിട്ട് തള്ളാനറിയാവുന്ന നേതാവാ. പുള്ളി എന്നെ പറഞ്ഞു ഞാനാ നേതാവെന്ന്. കൈവിട്. ലീഡറിൻ്റെ പേര് പറയാമെന്ന്. ആ കപ്പ് ഇരുന്നോട്ട്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു വാങ്ങി. അല്ല, പ്രിയ ഇഷ്ടമുള്ള ലീഡറിൻ്റെ പേര്? നേതാവിൻ്റെ പേര് ഉമ്മൻചാണ്ടി സാർ. അയ്യോ, ഇവിടുത്തെ നിങ്ങളുടെ നേതാവ് ലൈക്ക് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്നോ? സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ മോൻ തന്നെ ഞങ്ങളുടെ നേതാവ്. ഇനിയിപ്പോൾ നോക്കണ്ടാവും. ചെല്ലേ. ആദ്യത്തെ ഫ്ലാഷ് മോവ് കളിച്ച കുട്ടികൾ എവിടെ? നല്ലതായിരുന്നു അത്. വരൂ, വേഗം വരൂ. വേഗം ഓടി വരൂ. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാൻ നേരമായി. വേഗം വരൂ. മകളെ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യേ? വേഗം ഓടി വരൂ. PT ഉഷയുടെ നാടായത്. വേഗം ഓടി വാ. ഞാൻ പടം എടുക്കാം. അവരോട് വരട്ടെ. ഓടി വാ മക്കളെ, ഓടി വാ. ഓരോന്നായിട്ട് കൊടുക്കും. റെഡി. വീടരുത്. ഇങ്ങോട്ട് നിൽക്ക് മക്കളെ, ഇങ്ങോട്ട് നിൽക്ക്. ഇത് എന്ത് കുട്ടി ഇത്? ഓക്കെ, എല്ലാവർക്കും ആയല്ലോ. നമുക്ക് നിരന്ന ഒരു പടം എടുക്കാം. നിങ്ങളിത് ഞങ്ങൾ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ് ഇതെല്ലാം ഇട്ടുകൊണ്ടൊന്ന് ഇറങ്ങണം. ഒരു വെലസ് കേട്ടോ, ഒരൊറ്റ വെലസൊക്കെ.
ഓക്കെ അല്ലേ മോളെ? ഇങ്ങോട്ട് ഒരാളോട് കറക്റ്റായിട്ട് വെക്കട്ടെ. ഒരു പടം എടുത്തോളൂ. കോളേജിൻ്റെ ഒരു അല്ലേ സിയുടെ ഒരു ഇവിടെ നിന്നാൽ കുട്ടികളോട് ഒരു പടം എടുക്കൂ. റെഡി. ഒരു പടം എടുക്കൂ. നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറുടെ കോളേജിൻ്റെ പുള്ളിക്കാരനെ എടുത്ത് എല്ലാവർക്കും വേണ്ടി ഒരു പടം എടുക്കും. നിങ്ങളുടെ മാഗസീനിൽ പബ്ലിഷ് ചെയ്തു കേട്ടോ. ശരി. ഡാൻസ് കൊള്ളായിരുന്നു. വെരി ഗുഡ്. ഓക്കെ. അടുത്ത ഫ്ലാഷ് മോഡ് അശ്വിനി ഇതേ അശ്വിനി കൊടുത്താൽ ഓക്കെ. തികയത്തില്ലേ? തൊപ്പി വെച്ചോളൂ. ഒരു പടം എടുക്കാം. നമുക്കൊരു പടം എടുക്കാം. ഓക്കെ. റെഡി. നമ്മുടെ സിഇഒയുടെ സിഇഒ പ്രിൻസിപ്പൽ ഒരു തൊപ്പി. നമ്മുടെ സിഇഒയ്ക്ക് ഒരു തൊപ്പി. സിഇഒയുടെ പ്രശസ്തിയിലൊരു തൊപ്പിയായത്. ഓക്കെ റെഡി. സൂപ്പർ. ഇദ്ദേഹത്തിന് ഒരു തൊപ്പി. നേരെ വെച്ചല്ലേ? അപ്പോൾ എനിക്കൂടെ തൊപ്പി ഞാനിവിടെ വെച്ചേക്കാം. പിന്നെ തൊപ്പി ഇല്ലല്ലേ? ഓക്കെ, തൊപ്പി കഴിഞ്ഞു. ഓക്കെ, ഒരു പടം. റെഡി. ഓക്കെ മകളെ, റെഡി. അപ്പോൾ നമ്മുടെ നന്ദി കഴിഞ്ഞാൽ നമ്മൾ ജനഗണമന. കീർത്തന അവിടെ നിന്നേ പറഞ്ഞായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ അമ്മയെ കാണും, ഒരു ടീഷർട്ട് കൊടുക്കണേന്ന്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഒന്നുകൂടെ കൊടുക്കണോ? സൂക്ഷിച്ചിറങ്ങാം. ഓക്കെ. നമ്മുടെ ഈ പ്രോഗ്രാം അതിൻ്റെ സമാപന നിമിഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം, പ്രത്യേകിച്ച് ഒരു ന്യൂസ് ചാനൽ നടത്തുന്നത് എന്തുകൊണ്ടും ഈ നാടിനും ദേശത്തിനുമൊക്കെ അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ സ്വന്തം മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ സഹപാഠികളെയോ കാണുന്നതിനേക്കാൾ അധികമായി നമ്മൾ ഭവനങ്ങളിലേക്ക് എന്നും എത്തുന്ന നമ്മുടെ സ്വീകരണമുറികളിലേക്ക് നമ്മുടെ അനുവാദമില്ലാതെ കടന്നു വരുന്ന സ്നേഹിതരാണ് നമ്മുടെ വാർത്താമാധ്യമ പ്രവർത്തകർ. ശ്രീകണ്ഠൻ നായർ സാറിനൊക്കെ ഞാൻ ഓർക്കുന്നത് വളരെ ചെറുപ്പത്തിൽ ആകാശവാണി വെച്ച് കേൾക്കുന്ന സമയത്ത് കേൾക്കുന്ന പേരാണ് ശ്രീകണ്ഠൻ നായർ. അതുപോലെ തന്നെ ഹാഷ്മി താജുദ്ദീൻ സാറും സ്മിത മാഡം ഒക്കെ എല്ലാവരും എല്ലാ ദിവസവും നമ്മൾ ഇവരൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇവരുടെ ഒരു ലഹരിക്കെതിരെയുള്ള ഈ ഒരു പരിപാടി അത് എത്രമാത്രം ആവേശത്തോടെ നമ്മൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏപ്രിൽ 20 തീയതി നടക്കുന്ന ലഹരിക്കെതിരെയുള്ള ആ വലിയ പോരാട്ടത്തിൽ ഞങ്ങളെല്ലാവരും പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ ഇവിടുത്തെ തരികയാണ്. റോയൽ കോളേജിൻ്റെ ബസ്സുകൾ അല്ലേ, സിഒ സാറിന് അനുമതിയോടുകൂടി റോയൽ കോളേജിൻ്റെ ബസ്സുകൾ കോഴിക്കോട് കടപ്പുറത്ത് അന്ന് നിരന്നു നിൽക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. അതുപോലെ തന്നെ ഒരു രാസലഹരിക്ക് എതിരെയുള്ള ഈ പ്രവർത്തനം പറയുമ്പോൾ നമ്മുടെ പഴയ ലഹരികളായ മദ്യപാനവും മയക്കുമരുന്നൊന്നും നിങ്ങളത് വിട്ടുപോകരുത്. അതിന് നിസ്സാരവൽക്കരിക്കരുത്. രാസലഹരിക്കൊപ്പം തന്നെ നമ്മുടെ മദ്യപാനവും പുകയില ശീലം ഉൾപ്പെടെയുള്ള സാധാ കഞ്ചാവൊക്കെ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരണം. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് ഇത്രമാത്രം സഹകരിച്ച നിങ്ങൾ വന്ന സാറുമാരുടെ എല്ലാവരുമുള്ള നന്ദി. വളരെ സ്നേഹത്തോടെ ഏറ്റവും ഹൃദയത്തിന് അടുത്തിട്ട് എന്നുള്ള ആവേശത്തോടെ ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഞങ്ങളുടെ സിഇഒ സലീം സാറ്, ഞങ്ങളുടെ വൈബ്രൻറ്റ് പ്രിൻസിപ്പൽ, നിങ്ങൾ ഊഹിക്കുന്ന പോലെയൊന്നുമല്ല, അത്രയും ഒരുപാട് കഴിവുള്ള ഞങ്ങളുടെ പ്രിൻസിപ്പാളും, അതുപോലെ എൻ്റെ കേൾക്കാം തീർച്ചയായിട്ടും സാറിൻ്റെ ഏറ്റവും മനോഹരമായ പാട്ടിൻ്റെ സമയം ഞാൻ നന്ദി പറഞ്ഞ് കളയുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും, എല്ലാ സഹപ്രവർത്തകർക്കും, HOD-മാർ, എല്ലാ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഞായറാഴ്ച ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പസ് മൊത്തം ഇവിടെ നിറയുമായിരുന്നെങ്കിലും ഒരു ഒഴിവ് ദിവസമായിട്ട് പോലും വന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സുരേഷ് സാറിൻ്റെ മനോഹരമായൊരു ഗാനം നമ്മുടെ ഈ 24-ൻ്റെ ഫ്ലോറിൽ നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അതിനുവേണ്ടി സാറിനെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ആഗ്രഹം ഏതാണെങ്കിൽ ശങ്കര പാടണമെന്നാണ്. അത് ഏതാണെങ്കിൽ സാറിന് ഇഷ്ടംപോലെ പാടണം. ഓക്കെ ഇന്നലെ ഞങ്ങളുടെ ശങ്കര ആയിക്കോട്ടെ, ഇന്നലെ ഞങ്ങളുടെ കോളേജ് ഡേ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ശങ്കര പാടണമെന്ന് കുറേ പേര് പറഞ്ഞു.
പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പുതിയ പുതിയ പാട്ടുകളാണ് പാടിക്കൊടുത്തത്. അപ്പം ഇന്ന് ശങ്കർ ആയിക്കോട്ടെ അല്ലേ? പ്രാണമുനീപനി ഗാനമേ നീദനി ప్రాణమునీవని గానమే నీదని గానమే ప్రాణమని మౌన విచక్షణ గాన విలక్షణ గానమే యోగమని నాదోపాసన చేసిన వాడను నీ వాడనునే నొయ్యిదే నాదోపాసన చేసిన వాడను నీ వాడనునే నొయ్యిదే ಧಿಕ್ಕರಿಂದ ಇದ ಹಿಮಗಿರಿಂದ ಸಿಸ ಕಂಠರ ನೀಲಕಂಠರ ಉದ್ರುಲರುಗ ನಿನ್ರುದ್ರವೀಣയിൽ ನಿದ್ರತಾನಮಿನಿಯವಧರಿಂಚರ ಗಿರಿಧರಿಂಚರ ಶಂಕರ ನಾಥ ಶರೀರ ಪರ ವೇದ ವಿಹಾರಹರ जीवेश्वर शंकर 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 So thank you very much. So here comes the end of this beautiful program, but starting of a big mission. And we want to go to Kozhikode. 20-ാം തീയതി സാറ് പറഞ്ഞ പോലെ നമ്മളിവിടുന്ന് വണ്ടി എടുത്ത് പോകണം, ബസ് എടുത്ത് പോയി അവിടെ നമ്മുടെ സാന്നിധ്യം ഒച്ചത്തിൽ അവർ പറയുമ്പം കൂടെ നമ്മളും ഉറക്കെ നമ്മളും പറയും, നോ ഡ്രഗ്സ്, നോ വയലൻസ്. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ ഫോർ ദ ഹോൾ ക്രൂ ഓഫ് 24, especially SKN, Hashmi, Sangeeta madam, and all the team members and press. And my dear students, faculty members, thank you very much. National anthem. Jana Gana Mana Adhinayaka Jaya He Bharat Bhagya Vidhata Punjab Sindh Gujarat Maratha Dravida Utkala Vanga विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे